നീ ഇവിടെ ഉണ്ടോന്ന് ആലോചിച്ചാലോചിച്ചു വരുമായിരുന്നു ഞാൻ. എടാ ഇന്നലെ ഞാൻ നിന്നൊരു സ്വപ്നം കണ്ടു. സ്വപ്നം? ആ എന്തൊരു സ്വപ്നം? അതാലോചിച്ച് ചിരിച്ചിരിച്ചൊരു വഴിക്കായി. തമാശ? പിന്നല്ലാതെ വൻ കോമഡി ആയിരുന്നു. കേക്കട്ടെ, ഞാനോട് തിരിക്കട്ടെ. അതായത് അയ്യാണ്ടായിരിക്കണോ മോളെ ചാരു, മോളെ ആരാ? ഞാനാ പവി. ആര്? കവിയോ? കവിയല്ലാണോ പരട്ട കളവാ പവി. കളവൻ നിന്റെ അച്ഛൻ. അത് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ തനിക്ക്. ഓ നീയാ പവിയല്ലേടാ? ആ നീ എന്തിനാടാ ഇവിടെ വന്നേ? ഞാൻ എന്റെ ചാരുവിനെ വിളിക്കാൻ വന്നതാ. ഇറക്കി വിടറോ അവളെ? അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഏ ഇതുപോലെ നരച്ചു കുറച്ച് കയ്യും വറച്ച് കൂനിക്കൂനി നടക്കുന്ന ഒരുത്തന് എന്റെ ചാരുമോളെ കെട്ടിച്ച് തരുന്നടാ. എടോ മുതുക്ക, താൻ കാരണമാ ഞാൻ ഈ കോലത്തിലായ. തനിക്കറിയാവോ എത്ര വർഷമായിട്ടുള്ള എന്റെ കാത്തിരിപ്പാന്നറിയോ തനിക്ക്? ഇറക്കി വിടറോ അവളെ? ഇറക്കി പോടാ. നീ പ്രശ്നമുണ്ടാക്കാതെ പോടാ. മോളെ ചാരു, ചാരു മോളെ, ചാരു മോളെ ഇറങ്ങി വാടി. എന്റെ കൂടെ വാ ചാരു. ഇല്ല പവി, അമ്മാവനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നീ പോ. എടാ എടാ നാണം കെട്ടവനെ, കേട്ടില്ലേ എന്റെ മോള് പറഞ്ഞത്? ഇറങ്ങി പോടാ. എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നാലും നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും ചാരു. ഇനിയും ഞാൻ കാത്തിരിക്കും. ഇനി എവിടെ കാത്തിരിക്കാ? നീ ഇപ്പോഴേ ചാവാറായില്ലേടാ. ഞാൻ ചാവുന്നതിന് മുന്നേ നിങ്ങൾ ചാവും മൂപ്പിന്നെ. നോക്കി നോക്കിയോ? നോക്കാം. ഓടിച്ചു പോ, അല്ല വണ്ടി പാണ്ടി ലോറിയും കയറാതെ. ഈ കള്ളക്കളവ് എന്റെ മുഖം കണ്ടിട്ടേ പോകും. നമ്മുടെ പവികാന്തനല്ലേ ഇത്? നിങ്ങൾ എന്നാ യുകെന്ന് വന്നേ? 2 ദിവസമായി പവി. മോന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. മോന്റെ കല്യാണം വിളിക്കാനോ? കൊച്ചു പിള്ളേരൊക്കെ കെട്ടിപ്പോയില്ലടാ. അല്ലടാ, അവന് കല്യാണ പ്രായമായി. നമ്മളാണ് മൊത്തം പവി ഇപ്പോഴും ചാരുവിന് വേണ്ടി കാത്തിരിക്കാണോ? കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ. എടാ കല്യാണത്തിന് വരൂലേ? ഉണ്ടാവൂലടാ, ഉണ്ടാവൂല. ഇനി പവികാന്തനൊരു കല്യാണത്തിന് പങ്കെടുക്കണമെങ്കിൽ അതെന്റെ കല്യാണത്തിനായിരിക്കണം. എന്റെ കൂട്ടുകാരെ കല്യാണരാമൻ കളിച്ചു കളിച്ച് കല്യാണമേ ഇല്ലാത്ത രാമനായി. അയ്യോ, ആലോചിക്കുമ്പോ സങ്കടം. വിഷമിക്കില്ലേ ഏട്ടാ? വിഷമം മാറാതെ മതിയോ? ഇപ്പോഴോ? മതി. അയ്യോ നാറി.